ഒരു കാലത്ത് ഇന്ത്യയിലെ റോഡുകളിൽ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു വെള്ള നിറത്തിലുള്ള വലിയൊരു കാർ, പിന്നിൽ വിശാലമായ സീറ്റ്, മുന്നിൽ നീണ്ട ബോണറ്റ്, മുകളിൽ ചുവന്ന ബീക്കൺ ലൈറ്റ്. അതെ, നമ്മൾ പറയുന്നത് ഹിന്ദുസ്ഥാൻ അംബാസഡറിനെ കുറിച്ചാണ്. ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെയും IAS ഉദ്യോഗസ്ഥരുടെയും ടാക്സി ഡ്രൈവർമാരുടെയും സാധാരണ കുടുംബങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഈ കാർ 50 വർഷത്തോളം ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടു. പക്ഷേ ഇന്ന് അംബാസഡർ എവിടെയാണ്? എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ കാർ ബ്രാൻഡായിരുന്ന അംബാസഡർ പ്രൊഡക്ഷൻ നിർത്തേണ്ടി വന്നത്? ഇനി നമുക്ക് അതിൻ്റെ മുഴുവൻ കഥ എന്താണ് എന്ന് നോക്കാം. അംബാസഡർ എവിടെ നിന്നാണ് വന്നത്? അംബാസഡർ യഥാർത്ഥത്തിൽ ഒരു കംപ്ലീറ്റ്ലി ഇന്ത്യൻ ഡിസൈൻഡ് കാർ ആയിരുന്നില്ല. അതിൻ്റെ വേരുകൾ പോകുന്നത് ബ്രിട്ടനിലേക്കാണ്. അംബാസഡർ അടിസ്ഥാനമാക്കിയിരുന്നത് മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3 എന്ന ബ്രിട്ടീഷ് കാറിനെയാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇന്ത്യയിൽ മോറിസ് കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങിയതിന് പിന്നാലെയാണ് അംബാസഡർ എത്തുന്നത്. 1957 അംബാസഡർ പ്രൊഡക്ഷൻ ആരംഭിച്ചത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്ത് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് വളരുന്ന കാലമായിരുന്നു അത്. അന്ന് ഇന്നത്തെ പോലെ നിരവധി കാർ ബ്രാൻഡ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ ഇന്ത്യൻ കുടുംബത്തിന് കാർ വാങ്ങുക എന്നത് തന്നെ വലിയൊരു കാര്യമായിരുന്നു. അത്തരമൊരു കാലത്താണ് അംബാസഡർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. അന്ന് അംബാസഡർ ഒരു കാർ മാത്രമായിരുന്നില്ല, അതൊരു സ്റ്റാറ്റസ് സിമ്പിളായിരുന്നു. വലിയ ബോഡി, വലിയ ക്യാബിൻ, വലിയ വ്യൂ, റോഡിലെ മോശം സാഹചര്യങ്ങൾ സഹിക്കാൻ കഴിയുന്ന റെക്കഡ് കൺസ്ട്രക്ഷൻ, അതിനൊപ്പം നീണ്ട യാത്രയ്ക്ക് അനുയോജ്യമായ റിയർ സീറ്റ്, ഇതൊക്കെ അംബാസഡറിന് ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട കാറാക്കി. ഒരു കാലത്ത് അംബാസഡറിന് ഇന്ത്യയിലെ പാസഞ്ചർ കാർ മാർക്കറ്റിൽ വലിയ ഡൊമിനൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും രാഷ്ട്രീയ രംഗത്തും അംബാസഡറിന് വലിയ സ്വാധീനമായിരുന്നു. MPമാരും മന്ത്രിമാരും സീനിയർ ഗവൺമെൻറ് ഒഫീഷ്യൽസും അംബാസഡർ ഉപയോഗിക്കുന്നത് സാധാരണ കാഴ്ചയായിരുന്നു. വെള്ള അംബാസഡർ, മുകളിൽ റെഡ് ബീക്കൺ, അത് കണ്ടാൽ തന്നെ ജനം പറയും ഇതാരോ വലിയ ആളാണ്. അതിനാലാണ് അംബാസഡറിന് ഒരു നിക്നെയിം കിട്ടിയത്, കിങ് ഓഫ് ഇന്ത്യൻ റോഡ്സ്. പക്ഷേ അംബാസഡറിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അതിൻ്റെ ലക്ഷറി ആയിരുന്നില്ല, മറിച്ച് സ്പേസ് ആയിരുന്നു. ഇന്നത്തെ പല മോഡേൺ കാഴ്ചകളും കിട്ടാത്തത്ര വലിയ ക്യാബിൻ ഫീൽ, ഫ്രണ്ടിലെ ബെഞ്ച് സീറ്റ് പോലുള്ള ഫീച്ചേഴ്സ് കാരണം ഒരേ സമയം കൂടുതൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ടാക്സി മാർക്കറ്റിലും അംബാസഡർ വളരെ പോപ്പുലറായി. കൊൽക്കത്ത മുതൽ ഡൽഹി വരെ, ഗവൺമെൻറ് ഓഫീസ് മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെ അംബാസഡർ എല്ലായിടത്തും ഉണ്ടായിരുന്നു. 1970കളിലും 1980കളിലുമായിരുന്നു അംബാസഡറിൻ്റെ ഗോൾഡൻ എറ. ഒരു ഘട്ടത്തിൽ വർഷത്തിൽ ഏകദേശം 24,000 അംബാസഡർ കാറുകൾ വരെ വിറ്റിരുന്നു. പക്ഷേ അതേസമയം ഒരു വലിയ മാറ്റം ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ സംഭവിക്കുകയായിരുന്നു. ഇന്ത്യയിൽ കൂടുതലും മോഡേൺ ആയ ചെറിയ ഫ്യൂവൽ എഫിഷ്യന്റ് കാറുകളുടെ ആവശ്യം വർദ്ധിച്ചു. അവിടെയാണ് കഥയിലേക്ക് അംബാസഡറിൻ്റെ വില്ലനായ മാരുതി 800 എത്തുന്നത്. 1980കളിൽ മാരുതി സുസുക്കി 800 ഇന്ത്യൻ മാർക്കറ്റിൽ എത്തിയതോടെ കാർ വാങ്ങുന്നവരുടെ എക്സ്പെക്ടേഷൻ തന്നെ മാറി. ചെറിയ കാർ, കുറഞ്ഞ ഫ്യൂൽ കൺസപ്ഷൻ, കുറഞ്ഞ മെയിൻ്റനൻസ്, കൂടുതൽ മോഡേൺ ഡിസൈൻ, കുറഞ്ഞ വില. ഇതോടെ അംബാസഡറിൻ്റെ ഡൊമിനൻസ് പതുക്കെ കുറയാൻ തുടങ്ങി. അംബാസഡറിന് ഒരു വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. മാർക്കറ്റ് മാറിയപ്പോൾ അംബാസഡർ അത്ര വേഗത്തിൽ മാറിയില്ല. പുതിയ ജനറേഷൻ കാർസ് ഇന്ത്യയിൽ എത്തിക്കൊണ്ടിരുന്നു. ഫ്യൂവൽ എഫിഷ്യൻസി പ്രധാനമായി, പെർഫോമൻസ് പ്രധാനമായി, സേഫ്റ്റി പ്രധാനമായി, മോഡേൺ ഇൻറ്റീരിയേഴ്സ് പ്രധാനമായി, ന്യൂ ടെക്നോളജി പ്രധാനമായി. പക്ഷേ അംബാസഡറിൻ്റെ ബേസിക് ഡിസൈൻ രീതി എന്നേ വർഷങ്ങളോളം വലിയ മാറ്റമില്ലാതെ തുടർന്നു. അതെ, എൻജിൻ അപ്ഡേറ്റ്സ് ഉണ്ടായി, ഡീസൽ വെർഷൻസ് വന്നു, ഇൻറ്റീരിയേഴ്സ് മാറ്റി, എക്സ്റ്റീരിയറിലും ചെറിയ അപ്ഡേറ്റ്സ് ഉണ്ടായി, BS എമിഷൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചും അപ്ഡേറ്റ് ഉണ്ടായി. പക്ഷേ ഒരു പുതിയ ജനറേഷൻ മോഡേൺ കാറായി അംബാസഡർ മാറിയില്ല. അതേസമയം ഇന്ത്യൻ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ വേഗത്തിൽ മാറുകയായിരുന്നു. ഇതാണ് ഒരു ബ്രാൻഡിനെ പതുക്കെ മാർക്കറ്റിൽ നിന്നും പുറത്താക്കാൻ തുടങ്ങിയത്. 1990കളിൽ ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ മാർക്കറ്റ് വീണ്ടും വലിയ രീതിയിൽ മാറി. എക്കണോമിക് ലിബറലൈസേഷന് ശേഷം കൂടുതൽ ഇന്റർനാഷണൽ മാനുഫാക്ചേഴ്സ് ഇന്ത്യയിലേക്ക് എത്തി. ഹുണ്ടായി, ദേവു, ഫോർഡ്, ഹോണ്ട, ടൊയോട്ട, പിന്നെ നിരവധി യൂറോപ്യൻ, കൊറിയൻ, ജാപ്പാനീസ് ബ്രാൻഡ്സുകൾ. ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ചോയ്സ് വർദ്ധിച്ചു. ഒരു കാർ വാങ്ങുമ്പോൾ ഇനി ചോദ്യം അംബാസഡർ ആണോ എന്നല്ല, എനിക്ക് ഏത് കാറാണ് ഏറ്റവും നല്ലത് എന്നായി. സെഡാൻസ് കൂടുതൽ മോഡേണായി,
ഹാഷ്ബാക്സ് കൂടുതൽ പ്രാക്ടിക്കലായി. പിന്നീട് SUVs മാർക്കറ്റ് പിടിച്ചെടുത്തു. ഗവൺമെന്റ് ഓഫീഷ്യൽസ് പോലും മോഡേൺ വെഹിക്കിൾസ് ഉപയോഗിക്കാൻ തുടങ്ങി. ടാക്സി ഓപ്പറേറ്റേഴ്സിലും പുതിയ കാർസ് എത്തി. അങ്ങനെ അംബാസഡറിന്റെ ട്രഡീഷണൽ കസ്റ്റമേഴ്സ് ബേസ് പോലും കുറയാൻ തുടങ്ങി. 2010കളിലേക്ക് എത്തിയപ്പോൾ അംബാസഡറിന്റെ സെയിൽസ് വളരെ താഴ്ന്നിരുന്നു. 2013-14 ഫൈനാൻഷ്യൽ ഇയറിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് വിറ്റത് ഏകദേശം 2214 അംബാസഡർ കാറുകൾ മാത്രമായിരുന്നു. ഒരു കാലത്ത് വർഷത്തിൽ 24,000 കാറുകൾ വിറ്റിരുന്ന ഒരു ബ്രാൻഡാണ് വർഷത്തിൽ 2000-ലധികം കാറുകളിലോട്ട് ചുരുങ്ങിയ. ഇത് മാർക്കറ്റിന്റെ വലിയ വാണിംഗ് ആയിരുന്നു. അതേസമയം ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ലോ പ്രൊഡക്ടിവിറ്റി, ഫണ്ട്സിന്റെ ഷോർട്ടേജ്, അക്യുമുലേറ്റഡ് ലയബിലിറ്റീസ്, കൂടാതെ അംബാസഡറിന് ഡിമാൻഡ് ഇല്ലാതാകുന്നു. ഇതെല്ലാം ചേർന്നപ്പോൾ കമ്പനിയുടെ അവസ്ഥ വളരെ മോശമായി. ഒടുവിൽ 2014 മെയ്യിൽ വെസ്റ്റ് ബംഗാളിലെ ഉത്തർപര പ്ലാന്റിലെ അംബാസഡറിന്റെ പ്രൊഡക്ഷൻ സസ്പെൻഡ് ചെയ്തു. അതൊരു പ്രൊഡക്ഷൻ ഷട്ട്ഡൗൺ മാത്രമായിരുന്നില്ല, ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയിലെ ഒരു വലിയ ചാപ്റ്ററിന്റെ അവസാനമായിരുന്നു. എന്തുകൊണ്ടാണ് അംബാസഡർ പരാജയപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. അംബാസഡർ മോശം കാറായിരുന്നു? അല്ല, അതായിരുന്നു ഐറണി. അംബാസഡറിന്റെ പ്രശ്നം അത് മോശമായിരുന്നതല്ല, മാർക്കറ്റ് മാറിയപ്പോൾ അത് വേഗത്തിൽ ഇവോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഒരു കാലത്ത് അതിൻ്റെ സ്ട്രെങ്ത് ആയിരുന്നു വലിയ സൈസ്, ഹെവി കൺസ്ട്രക്ഷൻ, സിമ്പിൾ എഞ്ചിനീയറിംഗ് എന്നിവ പിന്നീട് വീക്ക്നെസ് ആയി മാറി. ഫ്യൂവൽ എക്കോണമി ആവശ്യപ്പെട്ട കസ്റ്റമേഴ്സിന് അത് പഴയതായി തോന്നി. മോഡേൺ സ്റ്റൈലിംഗ് അന്വേഷിച്ച കസ്റ്റമറിന് അത് ഔട്ട്ഡേറ്റഡ് ആയി തോന്നി. ബെറ്റർ പെർഫോമൻസ് അന്വേഷിച്ച കസ്റ്റമറിന് പുതിയ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. 2017 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ ബ്രാൻഡും ട്രേഡ് മാർക്കും ഗ്രൂപ്പ് PSAക്ക് ഏകദേശം 80 കോടി രൂപയ്ക്ക് വിറ്റു. അതായത് അംബാസഡർ എന്ന് പേരില്ലാതായില്ല, പക്ഷേ അംബാസഡറിനെ വീണ്ടും പ്രൊഡക്ഷനിലേക്ക് വന്നതുമില്ല. ഒരു ഐക്കോണിക് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ബ്രാൻഡ് ഒരു പുതിയ ഉടമയുടെ കൈകളിലേക്ക് മാറി. അംബാസഡറിന്റെ സ്റ്റോറി ഒരു കാറിന്റെ സ്റ്റോറി മാത്രമല്ല, ഇത് ഇന്ത്യയുടെ മാറിയ കഥയാണ്. 1950കളിൽ ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് ഒന്ന്, 1980കളിൽ ഇന്ത്യക്ക് വേണ്ടിയിരുന്നത് മറ്റൊന്ന്, 2000-ൽ വേണ്ടത് വേറെ ഒരെണ്ണം, ഇന്ന് കസ്റ്റമേഴ്സിന് വേണ്ടത് വേറെ ഒരെണ്ണം. അംബാസഡർ വലിയൊരു ലെസൺ പഠിപ്പിക്കുന്നു. ഒരു ബ്രാൻഡ് എത്ര ഐക്കോണിക് ആയാലും മാർക്കറ്റ് മാറുമ്പോൾ ബ്രാൻഡും മാറണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അംബാസഡറിന്റെ പ്രൊഡക്ഷൻ നിർത്തിയെങ്കിലും അംബി എന്ന പേര് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഹിസ്റ്ററിയിൽ നിന്ന് ഒരിക്കലും മായില്ല. ഒരു കാലത്ത് ഇന്ത്യയുടെ പവർ കോറിഡോഴ്സിലും ടാക്സി സ്റ്റാൻഡിലും നമ്മുടെ വീടുകളുടെ മുന്നിലും രാജ്യത്തിൻ്റെ റോഡുകളിലും ആ വെള്ള അംബാസഡർ ഉണ്ടായിരുന്നു. അതൊരു കാറായിരുന്നില്ല, ഒരു കാലഘട്ടമായിരുന്നു. നിങ്ങൾക്ക് അംബാസഡറിന്റെ പഴയ കാലത്തെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അംബാസഡർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി ഓടിച്ച കാർ അംബാസഡർ ആയിരുന്നു? കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ടോക്ക് സ്റ്റുഡിയോ, ഓട്ടോമൊബൈലിന്റെ കഥകൾ പറയുന്നില്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.